മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവി വിഭാഗത്തിൽ IMDb റേറ്റിംഗിൽ ഏറ്റവും നമ്പർ 1 ആയ ഐഡന്റിറ്റി എന്ന് പറയുന്ന ചിത്രം ഇന്ന് തിയേറ്ററിൽ എത്തിയല്ലോ. ചിത്രത്തിന്റെ റിവ്യൂസും പ്രേക്ഷക റെസ്പോൺസൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാം. അതിന്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഖിൽ പോളും അനസ് ഖാനും കൂടെ ചേർന്നിട്ടാണ് ചിത്രത്തിന്റെ തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. ഫോറൻസിക് എന്ന ചിത്രത്തിന് ശേഷമാണ് അതേ ടീം വീണ്ടും ഒരു ടൊവിനോ ചിത്രമായിട്ട് ഇന്ന് തിയേറ്ററിൽ എത്തിയിരിക്കുന്നത്. ടൊവിനോ തോമസ്, തൃഷ, വിനയ് റായ്, അജു വർഗീസ്, ഷമി തിലകൻ, അങ്ങനെ ഒരു വലിയ താരനിര തന്നെ ചിത്രത്തിലുണ്ട്. ഇപ്പോൾ ഇത് ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ പ്രേക്ഷകരിൽ നിന്നും ഒരു പോസിറ്റീവ് റിപ്പോർട്ട് തന്നെയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. 2025 ആദ്യ ബ്ലോക്ക് ബസ്റ്റർ അല്ലെങ്കിൽ ആദ്യ വിജയ ചിത്രം ഐഡന്റിറ്റി എന്ന ചിത്രമായി തീരാനുള്ള എല്ലാവിധ ചാൻസും ഉണ്ട്. അത്തരത്തിലുള്ള നല്ലൊരു അഭിപ്രായം തന്നെയാണ് പ്രേക്ഷകർ ഈ ഒരു സിനിമയെ കുറിച്ച് പറയുന്നത്. ഫസ്റ്റ് ഹാഫ് നല്ല ത്രില്ലിംഗ് ആയിരുന്നു, ഗംഭീരമായിരുന്നു. എന്നാൽ സെക്കൻഡ് ഹാഫിൽ കൂടുതൽ മാസ് ഭാഗങ്ങൾ കാണാൻ സാധിച്ചു. അവസാനത്തെ ഒരു അരമണിക്കൂർ സിനിമ ഒരു ഹൈ മൊമെന്റ് തന്നു. BGM ഒന്നും കൂടെ ഉഷാറാക്കാമായിരുന്നു സെക്കൻഡ് ഹാഫിൽ. ഇതൊരു തട്ടിക്കൂട്ട് സിനിമയല്ലെന്നും ടെക്നിക്കലി ഭയങ്കര ബ്രില്യൻ്റ് ആണ്. സയൻസ് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ്. ക്വാളിറ്റി അപാരം, ബഡ്ജറ്റ് കാര്യങ്ങളെല്ലാം സിനിമ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അതിന് യാതൊരുവിധ കോംപ്രമൈസും ചെയ്യാതെ നല്ല രീതിയിൽ തന്നെ ചേസിങ്ങും എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് സിനിമ കണ്ട പ്രേക്ഷകർ പറയുന്ന പോസിറ്റീവ് റെസ്പോൺസ്. ചില ആളുകൾ കണ്ടിരിക്കാം ഒരു ആവറേജ്, വൺ ടൈം വാച്ചബിൾ എന്നിങ്ങനെയുള്ള ഒരു അഭിപ്രായവും ഐഡന്റിറ്റി എന്ന ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ പ്രേക്ഷകരുടെ ഒരു ഒപ്പീനിയൻ. എന്തായാലും സിനിമ ഹിറ്റ് അടിക്കാനുള്ള എല്ലാവിധ ചാൻസും കാണുന്നുണ്ട്. 2025 ആദ്യ സിനിമ വളരെ പ്രതീക്ഷയോടുകൂടെ തിയേറ്ററിലെത്തിയ സിനിമ, ഇന്ത്യൻ സിനിമ ഉറ്റുനോക്കുന്ന സിനിമ. 3 ലാംഗ്വേജിലാണ് ഈ ഒരു സിനിമ തിയേറ്ററിൽ എത്താനിരുന്നത്. 2 ലാംഗ്വേജിലാണ് ഇന്ന് സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത്. മലയാള വെർഷനും തമിഴ് വെർഷനും ഹിന്ദി വെർഷനും കൂടെ റിലീസ് ആവാനുണ്ട്. അത് അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് തിയേറ്ററിൽ എത്തും. അതിന്റെ യാതൊരുവിധ അപ്ഡേറ്റും വന്നിട്ടില്ല. ക്വാളിറ്റി കൊണ്ട് ഒരു ഹൈ മൊമെന്റ് നൽകുന്ന ഒരു സിനിമ തന്നെയാണ് ഐഡന്റിറ്റി എന്നാണ് കണ്ട പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, ബൈ.